ഇന്ത്യയുടെ ചരിത്രത്തിലെ മഹാനായിട്ടുള്ള ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അശോക ചക്രവർത്തി. BC 232-നും 304-നും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. മൗര്യ സാമ്രാജ്യത്തിന്റെ മൂന്നാമത്തെ ഭരണാധികാരി, മഹാനായ അശോകൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യരായിരുന്നു മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ബിന്ദുസാരനായിരുന്നു രണ്ടാമത്തെ ചക്രവർത്തി. ബിന്ദുസാരന്റെ മകനായിട്ടാണ് നമ്മുടെ അശോകൻ ജനിക്കുന്നത്. അശോകന്റെ കാലഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യം അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുകയുണ്ടായി. പക്ഷേ അശോകൻ പിന്നീട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ച ഒരു സംഭവമുണ്ട്. കലിംഗ പ്രദേശം, അതായത് ഇന്നത്തെ ഒറീസ അടങ്ങുന്ന പ്രദേശം, കലിംഗ വളരെ സമൃദ്ധമായിരുന്നു, വളരെ സമ്പന്നമായിരുന്നു. അപ്പോൾ അശോക ചക്രവർത്തിക്ക് ഒരു വലിയ സാമ്രാജ്യം തങ്ങളുടെ അടുത്ത് ഇങ്ങനെ ശക്തി പ്രാപിച്ചു വരുന്നതിൽ സ്വാഭാവികമായും അക്കാലത്ത് അസ്വസ്ഥത തോന്നുന്നു. അങ്ങനെ കലിംഗ പിടിച്ചെടുക്കാനായിട്ടൊരു യുദ്ധം നടക്കുന്നു. കലിംഗ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യുദ്ധത്തിൽ രണ്ടു ഭാഗത്തും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. യുദ്ധത്തിന് ശേഷം ഉണ്ടായ ആ നാശനഷ്ടങ്ങൾ, ചേതനയേറ്റ ശരീരങ്ങൾ, മരണമടഞ്ഞു കിടക്കുന്ന മനുഷ്യർ, ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ വേദന ഉണ്ടാക്കുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും സമാധാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്യുന്നു. അശോകന്റെ കാലഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇറാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ ഏഷ്യയിൽ ഓൾമോസ്റ്റ് എല്ലാ റീജിയണിലും വ്യാപിച്ചു കിടന്നിരുന്ന ഒന്നാണ്. ഏതാണ്ട് യൂറോപ്പിന്റെ വക്കോളം അത് വ്യാപിച്ചു കിടന്നിരുന്നു എന്ന് മാത്രമല്ല, അന്നത്തെ ഗ്രീക്ക് ഭരണാധികാരികൾ ഉൾപ്പെടെ അശോകന്റെ മേധാവിത്വം അംഗീകരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചൈനയിൽ അന്ന് ഇന്നത്തെ പോലെ അല്ല ചൈന. പല 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 രാജവംശങ്ങളുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളുള്ള ഒരു ചൈനയാണ് അക്കാലത്തുണ്ടായിരുന്നത്. ചൈനയിലും അശോകന്റെ പേര് വളരെ അന്ന് പ്രസിദ്ധമായിരുന്നു. അശോകനെ ചൈനയിലെ ഭരണാധികാരികൾ ഉൾപ്പെടെ മുഴുവൻ ഏഷ്യയിലെ ഭരണാധികാരികളും ഭയപ്പെട്ടിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു. അശോകൻ ഒരിക്കലും ചൈനയെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചിട്ട് അശോകൻ തൻ്റെ സ്വാധീനം ലോകമൊട്ടാകെ വ്യാപിക്കുന്നതിന് കൂടി ഈ ബുദ്ധമതത്തെ അദ്ദേഹം ഉപയോഗിക്കുകയാണ്. ബുദ്ധമതത്തിൽ അദ്ദേഹം നിയോഗിച്ച മിഷണറിമാരിലൂടെ ഏഷ്യ ഒട്ടാകെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉറപ്പിച്ചു നിർത്തുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ചൈന ഉൾപ്പെടെ എല്ലാ റീജിയണിലേക്കും അശോകന്റെ മിഷണറിമാര് എത്തിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ചൈനയിൽ അശോകന്റെ ക്ഷേത്രങ്ങളുണ്ട്. അതും 2000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രങ്ങളും അശോക സ്തംഭങ്ങളും ചൈനയിൽ ഇപ്പോഴുമുണ്ട്. ചൈനയിലെ ബുദ്ധ സന്യാസിമാർ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവയൊക്കെ തന്നെ കാണുന്നത്. നിങ്ബോ എന്ന് പറയുന്ന സ്ഥലത്ത് അശോകന് ഒരു ക്ഷേത്രമുണ്ട്. ചൈനയിലെ ഷാങ്ഹായിയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സെജിയാങ് പ്രവിശ്യയിലെ നിങ്ബോ നഗരത്തിലാണ് ഈ അശോക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. AD 282 പടിഞ്ഞാറൻ ജിൻ രാജവംശത്തിലെ സന്യാസി ഹുയിഡ നിർമ്മിച്ച 1700 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ബുദ്ധന്റെ തിരുശേഷിപ്പുകളും ഇവിടെയുണ്ട്. 4ഓളം അശോക സ്തംഭങ്ങളും ഇവിടെയുണ്ട്. ചൈനയിലെ ക്വിങ്ഹായ് പ്രവിശ്യയിൽ 2015 ഒരു ചരിത്ര പ്രക്രിയ നടന്നു. അശോക രാജാവ് നിയോഗിച്ചതായി പറയപ്പെടുന്ന 2000 വർഷത്തിലേറെ പഴക്കമുള്ള, നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഒരു സ്തൂപം ബുദ്ധമതത്തിലെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു സന്യാസി പുനഃസ്ഥാപിക്കുകയുണ്ടായി. ബുദ്ധന്റെ സാന്നിധ്യമുള്ള അശോക സ്തംഭം ഇന്ത്യയും അതോടൊപ്പം തന്നെ ചൈനയും തമ്മിലുള്ള ഒരു സാംസ്കാരിക ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുരാതന വസ്തുവാണ്. അശോക രാജാവ് 19 സ്തൂപങ്ങൾ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ കുറേയൊക്കെ കാലാന്തരത്തിൽ നഷ്ടമായെങ്കിലും ചിലത് ഇപ്പോഴും നമുക്ക് ചൈനയിൽ കാണാൻ കഴിയും. അതിലൊന്നാണ് ഈ 2000 വർഷത്തോളം പഴക്കമുള്ള അശോക സ്തംഭം എന്ന് പറയുന്നത്. അപ്പോൾ ചൈന എന്ന് പറയുന്നത് എത്രത്തോളം കൾച്ചറലി ഇന്ത്യയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നിത് സൂചിപ്പിക്കുകയാണ്. നോക്കൂ, 2000 വർഷത്തോളം പഴക്കമുള്ള അശോകന്റെ ക്ഷേത്രങ്ങള്, അശോകന്റെ സ്തംഭങ്ങള്, സ്തൂപങ്ങള്, ചിത്രങ്ങള്, ശാസനങ്ങള്, ഗ്രന്ഥങ്ങള്, അങ്ങനെ പലതും ചൈനയിൽ നമുക്ക് കാണാൻ കഴിയും. ബുദ്ധ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അശോകനുമായി ബന്ധപ്പെട്ടുള്ള പല രേഖകളോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്ര വിശേഷിപ്പുകളോ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതായത് അശോക ചക്രവർത്തിയുടെ സ്വാധീനം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മാത്രമല്ല, അത് ഏഷ്യ ഒട്ടാകെ ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്, വിശേഷിച്ച് ചൈനയിൽ പോലും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.